ഹോ, എന്നെ മെനക്കി കിടന്ന ഷീമാട്ടി റൗണ്ടാനെയായിരുന്നു. ഇപ്പൊ അതിന്റെ കോലം കണ്ടില്ല, നശിപ്പിച്ച് കൈ തന്നു. അങ്ങനെ ഞാൻ അശ്വതിനെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇവളെക്കാ വലിയ മാസ്ക് വെച്ചിരിക്കുന്ന പൊടി അടിക്കാതിരിക്കാനല്ല, ടാൻ അടിക്കാതിരിക്കാൻ. ബുദ്ധിമതി. ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയാണ് പോയത്. ചെറിയ ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതോടെ കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് നല്ല നീറ്റായി. ഇവക്ക് വളരെ സിമ്പിൾ ഔട്ട്ഫിറ്റും ഇവളുടെ അമ്മയ്ക്ക് ഈനി മീനി ലൈറ്റുള്ള തിളക്കമുള്ള വേണമായിരുന്നു. ലാസ്റ്റ് നമ്മൾ ഇത് തന്നെ ഉറപ്പിച്ചു. എന്നാലും തലേദിവസം നല്ല ചുന്ദരിയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ഡോറിയുടെ പ്രയാണം തുടർന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് വേറെ എങ്ങോട്ടുമല്ല, ബ്യൂട്ടി പാർലറിലേക്കാണ്. ഈ ഏറിയ അധികം വരാറില്ല. ഞാൻ ആകെപ്പാടെ പാർലറിൽ പോകുന്ന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒന്ന് ഈ കാണുന്ന ത്രെഡിങ്ങിനും, പിന്നെ അടല് സംക്രാന്തിക്കും വല്ല ബന്ധുക്കല്യാണം വന്ന് ക്ലീനപ്പ് ചെയ്യാനും. അല്ലാതെ എനിക്ക് ത്രെഡ് ചെയ്യാൻ വല്ലാത്ത മടിയാണ്, തിക്നെസ് ഉള്ളതുകൊണ്ട്. ലാസ്റ്റ് അമ്മ എൻ്റെ പൊന്നു കൊച്ചി ഈ കാണുന്ന വെട്ടി തെളിക്കാവുന്ന കടന്ന് ബഹളം വെക്കുമ്പോൾ ത്രെഡ് ചെയ്യാൻ പോകും. അങ്ങനെയെല്ലാം വെട്ടി ഒതുക്കി കുറച്ച് മെനയൊക്കെ ആയി. ഞാൻ നേരത്തെ ത്രെഡ് ചെയ്യുന്ന കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവൾ എൻ്റെ കൂടെ വന്നത്. പക്ഷേ ഇതിവിടെ ആദ്യത്തെ അനുഭവം ഞാൻ അന്ന് അറിഞ്ഞു. അങ്ങനെ അവളെ ബലം പിടിച്ചിരുത്തി ത്രെഡിങ്ങും കഴിഞ്ഞു. കുറച്ചുകൂടെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളങ്ങ് ക്ഷീണിച്ചു പോയി. എന്നാൽ പിന്നെ കുറച്ച് ഡ്രിങ്ക്സ് ആവുന്ന കയറി നമ്മൾ ലെമൺ ജ്യൂസ് മേടിച്ചു. എന്തിനാണോ ഫ്രഷ് ലൈം എന്ന് പറയുമ്പോൾ ഈ തോടിട്ട് കലക്കി തരുന്നത്, എനിക്കൊട്ടും ഇഷ്ടമല്ലത്. എന്നാലും ദാഹുള്ളോണ്ടം കുടിച്ച് നമുക്ക് രണ്ടുപേർക്കും കൂടെ പറ്റുന്നൊരു ബസ് കാത്തു നിന്ന് കിട്ടി. ഏത് സീറ്റിലാണ് ഇരിക്കുന്നത്? അവള് മാത്രമല്ല, ഞാൻ അവിടെ തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഇനി മൈലാഞ്ചിക്ക് കാണാന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിച്ചു.